നമ്മൾ റിപ്പോർട്ടിന്റെ ഈവനിംഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്ക് പോകുന്നു. ഇടുക്കി പീരുമേട്ടിലെ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിന് 1.5 വർഷമായി അധ്യക്ഷനില്ല കേട്ടോ. തോട്ടം തൊഴിലാളികളുടെ ബോണസ്, ഗ്രാറ്റുവിറ്റി, PF, ഉടമകളുമായുള്ള തൊഴിൽ തർക്കങ്ങൾ, അങ്ങനെയുള്ള കേസുകളൊക്കെ തന്നെയും അതുകൊണ്ട് കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. തൊഴിൽ സ്ഥലത്തുണ്ടാകുന്ന അപകടത്തിൽ മരിക്കുന്നവർക്കും പരിക്കേൽക്കുന്നവർക്കും പോലും സഹായം ലഭിക്കാത്ത ഒരവസ്ഥയാണുള്ളത്. അതിനുള്ള നടപടികളൊക്കെ നിലച്ചിരിക്കുന്നു. തൊഴിൽ വകുപ്പ് അപേക്ഷ ക്ഷണിച്ച് ഇന്റർവ്യൂ നടത്തി ലിസ്റ്റ് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒഴിവ് നികത്തിയിട്ടില്ല. അതാണ് അവസ്ഥ. ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിൽ ഏതാണ്ട് 1.5 വർഷമായിട്ട് അധ്യക്ഷൻ്റെ ആ ഒരു തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തൊഴിലാളികൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ തൊഴിലാളിക്ക് തങ്ങളേതല്ലാത്ത കാരണത്താലൊക്കെ നീതി നിഷേധിക്കപ്പെടുമ്പോൾ അത് ഈ കോടതി മുഖാന്തരമാണ് നമുക്ക് അതിനകത്തൊരു നീതി ലഭിക്കാവുന്ന ഒരു അവസരം ഉള്ളത്. സർക്കാർ ഇതിനകത്ത് അടിയന്തരമായി ഇടപെടണമെന്നാണ്. സർക്കാരിൻ്റെ ഒരു അനാസ്ഥ ഇതിനകത്ത് വരുന്നുണ്ട്. തൊഴിലാളികളുടെ ഇടയിൽ വളരെയധികം അമർഷം ഈ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേസ് നടത്തുന്ന വക്കീലന്മാരും മറ്റുള്ളവരും ഒക്കെ ഇക്കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്. രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, ഒരു അപകടം പറ്റിയാൽ അതിനുള്ള സഹായം പോലും ലഭിക്കാത്തൊരവസ്ഥയാണ് അല്ലേ? എന്താണിപ്പോൾ ഇതിനൊരു പ്രതിവിധി? പെട്ടെന്ന് തന്നെ നിയമനം നടത്തുക എന്നത് മാത്രം. വിനീത, കേരളത്തിൽ ഏറ്റവും കൂടുതൽ, അതിപ്പോൾ തേയിലത്തോട്ടമാണെങ്കിലും ഏലത്തോട്ടമാണെങ്കിലും ഏറ്റവും കൂടുതൽ തോട്ടങ്ങളുള്ളതും തോട്ടം തൊഴിലാളികളുള്ളതും ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ പീരുമേട് ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ചത്. കുറേ കാലം അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോവുകയും ചെയ്തു. പക്ഷേ 2024 മെയ്യിലാണ് അവിടെ ഉണ്ടായിരുന്ന അധ്യക്ഷൻ്റെ കാലാവധി കഴിഞ്ഞത്. പക്ഷേ കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി അധ്യക്ഷനെ വീണ്ടും നിയമിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ വിനീത സൂചിപ്പിച്ച പോലെ തന്നെ തോട്ടം തൊഴിലാളികളുടെ ബോണസ് ആയിക്കോട്ടെ, ഗ്രാറ്റുവിറ്റി ആയിക്കോട്ടെ, PF ആയിക്കോട്ടെ, ഉടമകളുമായുള്ള തൊഴിൽ തർക്കങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും പരിഹാരം ഉണ്ടാകാതെ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മഴക്കാലങ്ങളിലൊക്കെ മരം ഒടിഞ്ഞു വീണും അല്ലാതെയൊക്കെ അപകടങ്ങൾ ഉണ്ടാവുകയും ആളുകൾ മരിക്കുന്ന സാഹചര്യം, പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇതിൽ പരാതി നൽകിയാലും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ നടത്തി ലിസ്റ്റ് സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പുതിയ ഉത്തരവ്, ആളുകളെ നിയമിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയിട്ടില്ല. തൊഴിലാളികൾക്കുള്ള സഹായം ലഭിക്കുന്നില്ല, തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. ഇത്തരത്തിലൊരു നിയമനം നടക്കാത്തത് മൂലം ദുരിതം അനുഭവിക്കുകയാണ് തൊഴിലാളികളെല്ലാം തന്നെ. രാഹുലാണ് വിശദാംശങ്ങൾ നൽകിയത്.